Hi guys, welcome to YouTube. Guys. നമുക്ക് സ്നേക്കും ഫാർമറിൻ്റെയും കഥ കേൾക്കാം. Once a farmer was returning to his home on a wintry night. On his way, he saw a snake. The snake was almost dead with cold. He took pity on the creature and brought him home. He kept him close to the fireplace for some time, and slowly the warmth made the snake feel better. But on gaining back his health, the snake spread its fangs to attack the farmer's wife and children. The farmer heard them cry. He rushed into the room and saw the horrifying snake. His wife and kids had fainted with fright. While the snake was sitting there ready to bite, the farmer quickly grabbed an axe and cut the snake into two halves. The snake died. കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു കൃഷിക്കാരൻ ഇങ്ങനെ വഴി കൂടെ വരയാൻ, അപ്പോഴൊരു പാമ്പ് ചത്ത് കിടക്കുന്ന പോലെ ചാവാൻ കിടക്കുന്ന പോലെ. അപ്പോൾ പാമ്പിനെ ഈ കൃഷിക്കാരൻ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് പരിചരിച്ച്, കാരണം നല്ല തണുപ്പായതുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്നത്. അപ്പം ഈ കൃഷിക്കാരൻ്റെ ഈ ചൂടിനടുത്തൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ പാമ്പ് നല്ല ഊർജ്ജസ്വലനായി. അപ്പോൾ ഊർജ്ജസ്വലനായപ്പോൾ പാമ്പ് നോക്കിയപ്പോഴാ പാമ്പ് ഈ കൃഷിക്കാരൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവിടെ കിടന്നുറങ്ങണം. ഉടനെ ഈ പാമ്പ് അവരെ കൊത്താൻ വേണ്ടി ഓടി വന്നു. അപ്പം ഇത് കണ്ടതും ഈ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. കരഞ്ഞത് കൃഷിക്കാരൻ ഓടി വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഈ പാമ്പ് കൊത്താൻ വേണ്ടി പത്തി വിരിച്ച് നിൽക്കുന്നു. ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കൃഷിക്കാർ ഒരു ആക്സ് എടുത്ത്, ഒരു കോടാലി എടുത്ത് ഇതിനെ വെട്ടിക്കൊന്നു. ഇതിൻ്റെ കഥയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദയൊക്കെ തോന്നാം, പക്ഷേ നമ്മുടെ നമുക്ക് ദ്രോഹം വരുന്ന ശത്രുവിനോട് നമ്മൾ ദയൊന്നും കാണിക്കരുത്. Thank you. Welcome.